എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്ന് വരും. എന്നോട് കുറച്ച് വിദ്യാർത്ഥികൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ ചോദിച്ചൊരു കാര്യമാണ്, സെക്കൻഡ് സെമസ്റ്റർ കഴിയേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നായിരിക്കും വിളിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് സപ്ലിമെൻ്ററി പരീക്ഷ. അപ്പോൾ അതിന് കാരണമായിട്ട് ആ വിദ്യാർത്ഥികൾ പറഞ്ഞത്, പരീക്ഷ നടക്കുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും ഒക്കെ നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം തന്നെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്ന്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു വാർത്ത തന്നെയാണ്. FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന്. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ, എന്നാൽ ആ പരീക്ഷ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു, വാല്യുവേഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നു. പിന്നെ ഈ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നൊരു വാർത്ത എവിടെയും കേട്ടിട്ടില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരിക? ഇനി സെക്കൻഡ് സെമസ്റ്റർ എന്ത് ചെയ്യേണ്ടി വരുമോ, കഴിയേണ്ടി വരുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കുലറിൽ പറഞ്ഞ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ റിസൾട്ട് ഡിസംബർ മാസം 30-ാം തീയതിയാണ് പുറത്തുവിട്ടത്. ഡിസംബർ മാസം 30-ാം തീയതിയാണ് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഫലം പുറത്തു വന്നത്. ഡിസംബർ മാസം 30-ാം തീയതിയാണ് ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് ജനുവരി മാസം 30-ാം തീയതിയാണ്. ഇന്നേക്ക് കൃത്യം 30 ദിവസം ആണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ഇന്നേക്ക് കൃത്യം 30 ദിവസം ആകുകയാണ്. അപ്പോൾ സർക്കുലറിൽ പറഞ്ഞത് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കണക്കിന് നമ്മൾ നോക്കുമ്പോൾ ഇനിയും 15 ദിവസം കൂടി ബാക്കിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ 15 ദിവസത്തിനിടയിൽ ഒരു സർക്കുലർ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഡിസംബർ 30-ാം തീയതി നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇന്ന് ജനുവരി മാസം 30-ാം തീയതിയാണ്. ഇന്നേക്ക് കൃത്യം ഒരു മാസം തികയാണ്. ഇനിയും 15 ദിവസം, 45 ദിവസത്തിനകം സപ്ലി എന്ന് പറയുമ്പോൾ ആ 45 ദിവസം തികയാൻ ഇനിയും 15 ദിവസത്തോളം ബാക്കിയുണ്ട്. ആ 15 ദിവസത്തിനുള്ളിൽ ഒരു വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് സപ്ലിമെൻ്ററി പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് സെമസ്റ്റർ കഴിയേണ്ടി വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് സെമസ്റ്ററിന് മുമ്പായിട്ട് തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനാണ് സാധ്യത. കാരണം FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയൊക്കെ സെക്കൻഡ് സെമസ്റ്ററിന് മുമ്പായിട്ട് സെക്കൻഡ് സെമസ്റ്ററിന് മുമ്പായിട്ട് സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ തന്നെയാണ് സാധ്യത. സാധാരണ 3 വർഷ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അവരുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. ഇപ്പം ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തേർഡ് ഇയർ ആണെന്ന് ഒന്ന് വിചാരിച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സപ്ലി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ 4 ഇയർ വിദ്യാർത്ഥികളാണ്, എന്നാൽ തേർഡ് ഇയർ വിദ്യാർത്ഥികളായി ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കൊള്ളുക. അപ്പോൾ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ, 3 വർഷ വിദ്യാർത്ഥികൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം നടന്നത് നവംബർ മാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്ലി എഴുതാൻ സാധിക്കുക അടുത്ത നവംബറിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയാണ്, 4 വർഷ ബിരുദമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥിതി വിദ്യാർത്ഥികൾക്കില്ല. ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയാണ്, വിദേശ ഡിഗ്രികളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യത്തിനുണ്ട്. 45 ദിവസം സപ്ലിമെൻ്ററി പരീക്ഷ എന്നുള്ളത് വേഗം നടത്തുന്നുണ്ട്.
1 വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം വരെ കാത്തിരിക്കേണ്ട. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെമസ്റ്ററിന് മുമ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.